നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തിപ്പെടുന്തോറും കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യവസായികളായ അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും കോൺഗ്രസിന് ലോറി നിറയെ കള്ളപ്പണം കിട്ടിയോ എന്ന ചോദ്യമുയർത്തി പ്രധാനമന്ത്രി രംഗത്തെത്തി. അതേസമയം പ്രധാനമന്ത്രി നടത്തിയ പരാമർശത്തെ ആയുധമാക്കി കോൺഗ്രസ്. ഇക്കാര്യത്തിൽ സ്വന്തം ഏജൻസികളായ ഇഡിയെയും സിബിഐയെയും ഉപയോഗിച്ച് അന്വേഷണം നടത്താൻ മോദിയെ കോൺഗ്രസ് വെല്ലുവിളിച്ചു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്രയും ദുർബലനോ നിസ്സഹായനോ ആയ അവസ്ഥ മുൻപുണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനട്ടെ പറഞ്ഞു. മോദിയും സുഹൃത്തുക്കളും നടത്തുന്ന അഴിമതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 10 വർഷമായി രാഹുൽ ഗാന്ധി പറയുന്നതെന്നും അവർ പറഞ്ഞു. അംബാനിയും അദാനിയും ലോറികളിൽ പണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നൽകിയെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഇരുവർക്കുമെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച് ബിനോയ് വിശ്വം മോദിക്ക് കത്തെഴുതി. തെലങ്കാനയിലെ കരിംനഗറിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കവെയാണ് മോദി തനിക്കെതിരെ ഉയർന്ന അംബാനി അദാനി ബന്ധം കോൺഗ്രസിനെതിരെ തിരിച്ചുവിടാൻ ശ്രമിച്ചത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് മുൻഗണന കിട്ടുമെന്നും ക്രിക്കറ്റ് ടീം തിരഞ്ഞെടുപ്പ് മതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും മോദി ആരോപണമുയർത്തി. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കപട മതനിരപേക്ഷത വിജയിക്കാൻ അനുവദിക്കില്ല. കശ്മീരിന് പ്രത്യേക പദവി തിരിച്ചു നൽകുന്നത് തടയാനും രാമക്ഷേത്രത്തിന് ബാബറി പൂട്ട് വീഴാതിരിക്കാനുമാണ് 400 സീറ്റ് ആവശ്യപ്പെടുന്നത്. താൻ മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിനോ എതിരല്ല. ഭരണഘടന എഴുതിയുണ്ടാക്കിയതിൽ അംബേദ്കറിന് കാര്യമായ പങ്കില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞതായി മോദി ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബിജെപി നേതാക്കളുടെ വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. അതേസമയം പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നോട്ടീസിന് കോൺഗ്രസ് മറുപടി നൽകി. തിരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ചതിനു ശേഷം രാഹുൽ ഗാന്ധി അദാനിയെയും അംബാനിയെയും ആക്രമിക്കുന്നത് നിർത്തിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആക്ഷേപത്തിന് പിന്നാലെ മോദി അദാനി ബന്ധം വീണ്ടും ഉന്നയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മോദി അധികാരത്തിൽ വന്ന് 10 വർഷത്തിനിടെ തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, പ്രതിരോധ കരാറുകൾ തുടങ്ങി നിരവധി അടിസ്ഥാന സൗകര്യ പദ്ധതികൾ അദാനിക്ക് നൽകിയെന്നായിരുന്നു രാഹുലിന്റെ ആരോപണം. ഇന്ത്യ സഖ്യം തിരഞ്ഞെടുക്കപ്പെട്ടാൽ അടുത്ത ഓഗസ്റ്റ് 15-നുള്ളിൽ 30 ലക്ഷം ഒഴിവുകൾ നികത്തുമെന്നും രാഹുൽ പറഞ്ഞു. തെലങ്കാനയിലെ മെഡക് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് മോദി അദാനി ബന്ധത്തെ രാഹുൽ വിമർശിച്ചത്. രാജ്യത്ത് 20-22 പേർക്ക് വേണ്ടി മാത്രമാണ് പ്രധാനമന്ത്രി പ്രവർത്തിച്ചതെന്നും അവരെ ശതകോടീശ്വരന്മാരാക്കിയെന്നും രാഹുൽ ആരോപിച്ചു. രാഷ്ട്രീയം മുഴുവനും 22-25 ആളുകൾക്ക് വേണ്ടിയാകണമെന്നാണ് മോദി ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ആരോപിച്ചു. നരേന്ദ്രമോദിജി അദാനിയെ പോലുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. 10 വർഷക്കാലം നരേന്ദ്രമോദി രാജ്യത്തെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രതിരോധ വ്യവസായം തുടങ്ങിയ എല്ലാം അദാനിക്ക് നൽകി. കോടിക്കണക്കിന് യുവാക്കളെ തൊഴിൽ രഹിതരാക്കി. അദാനിക്ക് വേണ്ടി നോട്ട് നിരോധനവും GST നടപ്പാക്കിയെന്നും രാഹുൽ ആരോപിച്ചു. ജൂൺ 4-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഇന്ത്യ സഖ്യം സർക്കാർ രൂപവൽക്കരിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച രാഹുൽ ഓഗസ്റ്റ് 15-നകം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള 30 ലക്ഷം തൊഴിലൊഴിവുകൾ നികത്താനുള്ള നടപടികൾ പുതിയ സർക്കാർ തുടങ്ങുമെന്ന് വാഗ്ദാനവും നൽകി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.